ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സമയം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒറ്റപ്പാലം ചെനക്കത്തൂരാണ് കേട്ടോ, ചിനക്കത്തൂർ. സോ ഇന്ന് ഇവിടെ പൂരമാണ്. ഞാൻ രാവിലെ എത്തിയാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ മെയിനായിട്ട് വന്നത് വെടിക്കെട്ട് കാണാനാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല മഴക്കാറുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇത് വൈകുന്നേരത്തെ പരിപാടിയുടെ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ആനകളും എല്ലാ ടീമുകളും എല്ലാം ഇറങ്ങുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. നമുക്കിനി ഇവിടെ നിന്നാണ്ട് പോകണം. എല്ലാവരും പറഞ്ഞാൽ അവിടെ നല്ല ബ്ലോക്കാണ്, അങ്ങോട്ട് കയറ്റി വിടില്ല എന്നൊക്കെയാണ്. എന്തായാലും നമുക്ക് കണ്ട് പോയി നോക്കി നോക്കാം. ഇവിടുന്ന് ഒരു ടീമുണ്ട്. അവിടെ എന്താ ഒരു ആനല്ലോ തമ്പലം അങ്ങനെ എന്തെങ്കിലും സംഭവം തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ട് പോയി നോക്കി നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് വന്നത് ഈ പറഞ്ഞ പോലെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറേ നേരമായി നല്ല മഴക്കാറുണ്ട്. ഇനി അഥവാ മഴ പെയ്യുമെന്ന് അറിയില്ല. മഴ പെയ്തിട്ട് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ആകെ പണിയാവും. നമ്മൾ അതിനാണ് മെയിനായിട്ട് വന്നത്, വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. 2 വെടിക്കെട്ടുണ്ട്, ഒന്ന് 8:30ക്കും ഒന്ന് 9:30ക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ എന്തായാലും ഇപ്പം നമുക്ക് നേരെ സെൻറ്റർക്ക് ചെല്ലാം, നമ്മുടെ ചെനക്കത്തൂർ സെൻറ്റർക്ക്. അവിടെ മറ്റേ അമ്പലത്തിൻ്റെ ആ സൈഡിലെ ഗ്രൗണ്ടിൽ ചെല്ലാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ പോസ്റ്ററും മറ്റൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എവിടെയെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇത്രയും ടീമുകളെ ഇറങ്ങിയല്ലേ. നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും കാണുന്നുണ്ടാവും. നോക്കി നോക്കാം. ഇപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് ടൈം വേസ്റ്റ് ചെയ്യില്ല. നമുക്ക് നേരെ അവിടെ അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അങ്ങോട്ട് ചെല്ലാം. അവിടെയൊക്കെ ഒരു ആനകളൊക്കെ വന്നിട്ടുണ്ടാവുക. ഇവിടെ ഒന്നും ഒരു ആന പോലും കാണാനില്ല. കാരണം ഇവിടെ ആന ഇല്ലാതെ ഇങ്ങനത്തെ ബോക്സ് പരിപാടിയാണ്. അത് നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ തമ്പോലുള്ള എടുക്കാം, എല്ലാത്തതിലും മ്യൂസിക്കാണ്. അതാണ് പ്രശ്നം. സോ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലട്ടെ. ഇവിടുന്ന് കുറച്ചാണ് പോകാണ്ട്. നമ്മളിപ്പോൾ അത് വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് വരികയാണ്. ഈ റൂട്ടിന് കുറച്ചാണ് പോയി കഴിഞ്ഞാൽ സൈഡിൽ ഇറങ്ങുന്ന ആ ഒരു ഭാഗത്താണ് വണ്ടി എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ പോകാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. കണ്ണൂരിൽ നിന്നും വന്നിട്ടുള്ള ആരതിയും ആനന്ദിയും മലമണ്ണയിൽ നിന്ന് വന്ന അഭിനയക്കാർക്ക് ദേവസ്വം ഓഫീസിൽ നിൽപ്പുണ്ട്.
ഫുള്ള് തിരക്കാട്ടോ. നമ്മൾ ഈ ഒരു കുളത്തിൻ്റെ അപ്പുറത്താണ് പറഞ്ഞത്. അതാണ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നത്. ഇത് നോക്കി, നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകണം. ഫുള്ള് ഇവിടെ മൊത്തം ജനങ്ങളാണ്. നമ്മൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി വന്നതാണ്. ഫുള്ള് നല്ല തിരക്കും. ഈ സൈഡിൽ കൂടെ ഇനി ഈ കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങും. നമുക്ക് ഈ വഴിക്ക് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആ പാടത്തെത്തും. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് നല്ലപോലെ കാണാം. പക്ഷേ ഇവിടുന്ന് ആ ഒരു സൈഡൊക്കെ കണ്ട് നിങ്ങൾ അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല. അവിടെ ഒരുപാട് ജനങ്ങൾ നിൽക്കുന്നതാണ്. സ്പോട്ടിൽ ഒടുങ്ങിയെന്നല്ലോ. വാടാ അങ്ങോട്ട് ചെല്ലാം. പൊട്ടിൽ തുടങ്ങിയെന്നാണ് കണ്ടത് തോന്നുന്നത്. പക്ഷേ ഇവിടുന്ന് ഒന്നും കാണാനില്ല. നമ്മളിവിടെ കൂറ്റനാട് ഏളവാതിക്കൽ പോയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നമ്മളിവിടെ എത്തിയതും സമയം വൈകി. പിന്നെ ഏത് ഭാഗത്തു നിന്നൊന്നും അറിയാത്തൊരു ദിവസം. കുറച്ചും കൂടി കണ്ട് പോയൊക്കെ വായോ.
ഓക്കെ, ആ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ്. എനിക്ക് കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. നമ്മളെ ഇളവാതിക്കൽ കണ്ടില്ല അതേപോലെ. സോ എന്തായാലും ഇനി ഇവിടെ 10:30 ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതിന് എന്താ അറിയില്ല. ഓക്കെ, സോ എന്തായാലും ഇതാണ്ട് ഞാനെനിക്ക് അവിടേക്ക് കണ്ട് എത്താൻ പറ്റില്ല. അപ്പോൾ തന്നെ അവിടെ വെടിക്കെട്ട് പൊട്ടി. കുറേ ആൾക്കാർ അവിടെ ഒക്കെ നിന്ന്, അവർക്കൊക്കെ എങ്ങനെ കണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ എത്തിയിട്ട് ട്രൈപ്പോഡ് പൊത്തിച്ചിട്ട് ഇത്രയൊക്കെ കാണാനും പറ്റിയത്. ഞാൻ അവിടെ പൊട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വേഗം ഓടി വന്നതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലപോലെ കണ്ടുപിടിച്ച് വെച്ചാൽ ഞാനിത് 4K-ലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം. ഇത്രയും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നെന്മാറ വിലക്ക് പോവാം. ഓക്കെ, അന്ന് അടിപൊളിയായിരിക്കും.